മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താകുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം നിഷേധിക്കുന്നു. അതിന്റെ ഒരു ആഘോഷമാണ് ഇവിടെ CPM കേന്ദ്രങ്ങളിൽ കാണുന്നത്. CPM-ന്റെ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നും അവർക്ക് മുഖ്യമന്ത്രിയെ വരെ പേര് പറഞ്ഞ് വിളിച്ചതിൽ അടക്കം വലിയ എതിർപ്പുള്ള നേതാവാണ്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരമൊരു പതനം നിങ്ങൾ ആഘോഷിക്കാൻ കാരണം? പതനം ആഘോഷിക്കാനുള്ള പ്രധാന കാരണം രാഷ്ട്രീയത്തിന് അഹങ്കാരം മുഖമുദ്രയാക്കിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. നടന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേര് പറഞ്ഞിട്ട് പുതിയതായി വരുന്ന പെൺകുട്ടികളെയും പ്രായം ചെന്ന സീനിയറായ സ്ത്രീകളെ അടക്കം ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയാക്കിയിരിക്കുകയാണ് ഈ കാട്ടുകോഴി. ഇങ്ങനെയുള്ള ഒരാൾ ചരിത്രത്തിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലായാലും ഞങ്ങൾ പഠിച്ച വന്ന ഞങ്ങളുടെ പൂർവികര കാലഘട്ടത്തിലായാലും രാഹുൽ മാങ്കൂട്ടമുള്ള കോൺഗ്രസിൽ പോലും ഇങ്ങനെയുള്ള ഒരു പീഡനവീരനെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പീഡനവീരൻ സ്വാഭാവികമായി അവരുടെ പാർട്ടി പുറത്താക്കി, കോടതി ജാമ്യം നിഷേധിച്ചു. ഇനി ഈ കാട്ടുകോഴി ചെയ്യേണ്ടത് അന്തസ്സുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ അയാൾ MLA സ്ഥാനം കൂടി രാജിവെച്ച് പോകണം. വലിയ PR വർക്കാണ് ഈ പീഡനവീരന് വേണ്ടിയിട്ട് അയാൾ കേന്ദ്രീകരണമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇയാളുടെ ഒരു തലച്ചോറ് ഇവിടെ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ പേര് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതും വരും കാലങ്ങളിൽ പുറത്തു വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പേരുകാരൻ ആരാണെന്ന്. ഇയാളെ തൊട്ട് തലോടി ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും സംരക്ഷിച്ചു പോകുന്ന ഒരാൾ കൂടിയുണ്ട്. അയാളും ജനപ്രതിനിധിയാണ്. അയാളും ഉളുപ്പുണ്ടെങ്കിൽ ഈ പാത പിൻപറ്റി MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് അഭിപ്രായം എന്റേത്. നമ്മുടെ പാർട്ടി അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാട്ടുകോഴിയുടെ ചിത്രം ഒന്നുകൂടി കത്തിക്കുകയാണ്. കത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. ഞങ്ങളിവിടെ പടക്ക പൊട്ടിച്ചിരുന്നു. ഇവിടെ സ്വാതന്ത്ര്യമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും എല്ലാവർക്കും സ്ത്രീകൾക്കടക്കം പ്രത്യേകം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. ഇവനെല്ലാം പ്രതീക്ഷിച്ചു അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രതിഷേധം തീർക്കുകയാണ് CPM പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വലിയ പോരാട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന MLA ആയി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 1 വർഷം തികയുന്നു. ഇന്ന് ആ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. ഏതായാലും CPM ഇത് തീർച്ചയായും വലിയൊരു അവസരമായി തന്നെ കാണുമെന്ന് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇത് വരും ദിവസങ്ങളിലും CPM-ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാണ്. അതിനുമപ്പുറത്തേക്ക് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സർക്കാർ അവർക്ക് ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് അവർക്ക് പ്രചരിപ്പിക്കാൻ കൂടി അവസരമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇര പരാതി തൊട്ടു പിന്നാലെയാണ് രാഹുലിനെതിരായ നീക്കങ്ങൾ സർക്കാർ ശക്തമാക്കിയത്. അതുവരെ അത്ര കടുത്ത നീക്കത്തിലേക്ക് പോയിരുന്നില്ല. തെളിവുകൾ വരട്ടെ, പരാതി വരട്ടെ എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള നിലപാടായിരുന്നു CPM സർക്കാരിന് ഉണ്ടായത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ പെൺകുട്ടി ഇര പരാതി നൽകിയത് മുതൽ രാഹുലിനെതിരെ ഉള്ള നീക്കങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. രാഹുലിന്റെ നീക്കങ്ങൾ ശക്തമായി തുടരുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി വരികയും പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. CPM പ്രവർത്തകരുടെ പ്രതിഷേധം നമുക്കറിയാം അത്രത്തോളം ശക്തമായി അവർ രാഹുൽ CPM നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് തന്നെ ആക്രമിച്ചിരുന്നു. അത്രയ്ക്ക് CPM നേതാക്കളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും രാഹുൽ മാങ്കൂട്ടൻ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായി, 2 കേസുകൾ ബലാത്സംഗ കേസുകളിൽ പ്രതിയായി പാർട്ടിക്ക് പുറത്തു പോകേണ്ട സ്വാഭാവികമായ ഒരു ആഘോഷമാണ് ഇവിടെ വഞ്ചൂരിൽ CPM പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന. പടക്കം പൊട്ടിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം കത്തിച്ചുകൊണ്ടും അവർ ആഘോഷിക്കുകയാണ്. ഇത് നേരത്തെ നമുക്ക് CPM സൈബർ ഹാൻഡിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമായിരുന്നു. രാഹുലിന്റെ പതനം പിണറായി വിജയനെ എടാ വിജയ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം ഞങ്ങൾ ആഘോഷിക്കുമെന്ന് CPM സൈബർ ഹാൻഡിലുകൾ പല ഘട്ടത്തിലും വ്യക്തമാക്കിയതാണ്. ആ ആഘോഷമാണ് നമ്മൾ ഇവിടെ അതിന് തുടക്കമാകാം ഒരുപക്ഷെ നമ്മളിവിടെ വഞ്ചൂരിൽ കാണാൻ പോകുന്നത്. ഇത് സംസ്ഥാന വ്യാപകമായാലും അത്ഭുതപ്പെടാൻ അത്രയധികം എതിർപ്പ്, അത്രയധികം വിരോധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവിനോട് CPM അണികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊരു അവസരമാണത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു വടവൃക്ഷമായി വളരേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു പടുവൃക്ഷമായി വളർച്ചയുടെ പൂർണ്ണ വളർച്ചയെത്തുന്ന മുമ്പ് തന്നെ അത് മുരടിച്ചിരിക്കുന്നു. ആ പടുവൃക്ഷം വീണിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുമ്പോൾ, രാഹുൽ മാങ്കൂട്ടം സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ തന്നെ പറയുമ്പോൾ അത് എതിർ പാർട്ടിക്കാർ, എതിർ രാഷ്ട്രീയക്കാർ ആഘോഷിക്കുക സ്വാഭാവികമാണ്. വരും ദിവസങ്ങളിലും ഇത് തുടരും. തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തുടരുന്നിടത്തോളം CPM-ന്റെ ഭാഗത്തു നിന്നും ഇടതുമുന്റെ ഭാഗത്തു നിന്നും ഇത്തരം ആവശ്യങ്ങൾ, ശക്തമായ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരും. എന്തായാലും പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും CPM പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം ആഘോഷിക്കുകയാണ്. വഞ്ചിയൂരിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലഡു വിതരണം ചെയ്തും ആ ആഘോഷം അവിടെ നടക്കുന്നതാണ്.
നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വ്യക്തികളെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംസാര ശൈലി, പ്രസംഗങ്ങൾ, ചാനൽ ചർച്ചകളിലെ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വലിയ പ്രകോപനം സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പതനം അവർ ആഘോഷിക്കുന്നു. ഈ രീതിയിൽ തന്നെ അത് ആഘോഷിക്കുന്നു എന്നതാണ്. കൃത്യം ഒരു വർഷം ഡിസംബർ 4-ന് നിയമസഭയിൽ പാലക്കാടിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ അടുത്ത ഡിസംബർ 4 ആകുമ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം നേരിടാത്ത തരത്തിലുള്ള ബലാത്സംഗ കേസുകളിൽ പെട്ട് മുഖം നഷ്ടപ്പെട്ട് പാർട്ടിക്ക് പുറത്താകുന്ന സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും രാഹുലിനെ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എത്തിയപ്പോൾ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തവണ ഒരു ഘട്ടത്തിൽ എടുത്ത നടപടികൾ അത് മറികടന്നുകൊണ്ട് പാർട്ടിയിൽ വീണ്ടും സജീവമാകാൻ, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പാലക്കാട് മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ എല്ലാവിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ അവിടെ നിന്ന് അടിപതറി പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഒളിവിൽ പോയിട്ട് ഇന്ന് 8ാമത് ദിവസമാണ്. തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുമെന്ന് പറഞ്ഞ രാഹുലാണ് 8 ദിവസമായി നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിൽ പോലും വരാതെ ഒളിവിൽ കഴിയുന്നത്. അങ്ങനെ ഒളിച്ചു കഴിയുന്ന രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ അടുത്ത നിയമ നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നു. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുന്നു എന്ന ചില സൂചനകൾ വരുന്നു. പാർട്ടി പൂർണ്ണമായും കൈവിട്ട സാഹചര്യത്തിലും നിയമ പോരാട്ടം എന്നത് ഉറപ്പിക്കുകയാണോ രാഹുൽ? അതായത് ഒരു തരത്തിലും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് കൂടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന സന്ദേശം? ഈ കേസിന് ഇനി നിയമപരമായി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് നേരിടാൻ കഴിയൂ. കാരണം രാഷ്ട്രീയമായി നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല ഈ നിമിഷത്തിൽ. അതുകൊണ്ട് തന്നെ നിയമപരമായി മാത്രം, നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇനി വിശദീകരിക്കാൻ കഴിയൂ. ഈ ആരോപണം ഉയർന്നു കേട്ട സമയം മുതൽ രാഹുൽ ആവർത്തിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നത് രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും തന്റെ പക്കൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് മാധ്യമങ്ങളുടെ കോടതിയിലല്ല, ജനങ്ങളുടെ കോടതിയിലല്ല, ജനങ്ങളുടെ കോടതിയിലും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും താനത് വിശദീകരിച്ചുകൊള്ളാമെന്നാണ്. അങ്ങനെ ആ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രാഥമികമായി തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് അനുകൂല വിധി തേടി രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ നീക്കമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്.